PC ഹിൽസ് ആൻഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 10ാം തല പ്രാഥമിക പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് SCERT NCERT എക്സ്ട്രാക്റ്റ് ആണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പം നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ഫുള്ളായിരുന്ന് സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എന്നതിനെ കുറിക്കുന്ന അനുച്ഛേദം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എന്നതിനെ കുറിക്കുന്ന അനുച്ഛേദം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ വരുന്നത് സി ആണ്. അനുച്ഛേദം 21A ആണ്. അടുത്തത് 37ാമത്തെ ക്വസ്റ്റ്യൻ. ഭരണഘടനയെയും ഭരണസ്ഥാപനങ്ങളെയും ആദരിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനും പൗരന്മാരെ പ്രേരിപ്പിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. വേണമെങ്കിൽ ഒന്നുകൂടി വായിക്കാം. ഭരണഘടനയെയും ഭരണസ്ഥാപനങ്ങളെയും ആദരിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനും പൗരന്മാരെ പ്രേരിപ്പിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ് എന്നുള്ളതാണ് 37A ആണ് ആൻസർ. മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അതൊക്കെ. അടുത്തത് 38ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്താനാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ തന്ന പ്രസ്താവന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻസ് വായിക്കേണ്ടിയിരിക്കുന്നു. ആദ്യത്തെ ഓപ്ഷൻ വായിക്കാം. മൗലികാവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ കോടതിയെ സമീപിച്ച് പരിഹാരം നേടാവുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി കോടതിയെ സമീപിക്കാനാവില്ല. അങ്ങനെ 2 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്താനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ 38ാമത്തെ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയാണ്. അതായത് മൗലികാവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ കോടതിയെ സമീപിച്ച് പരിഹാരം നേടാവുന്നതാണ്. അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായിട്ട് കോടതിയെ സമീപിക്കാൻ ആവില്ല. അടുത്ത 39ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. നിയമവാഴ്ച അതിന്റെ പരിഷ്കൃതവും ആധുനികവുമായ രൂപത്തിൽ വികസിച്ചു വന്നതിന് അടിസ്ഥാനമായത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയാണ് എന്നുള്ളതാണ് 39ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ്. ബ്രിട്ടന്റെയാണ്. നിയമവാഴ്ച അതിന്റെ പരിഷ്കൃതവും ആധുനികവുമായ രൂപത്തിൽ വികസിച്ചു വന്നതിന് അടിസ്ഥാനമായത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയാണ്? ഓപ്ഷൻ എ ബ്രിട്ടനാണ്. അടുത്തത് ഭക്ഷ്യസുരക്ഷാ ബിൽ പാർലമെന്റ് അംഗീകരിച്ച് നിയമമാക്കിയ വർഷം ഏതാണ്? ഒന്നുകൂടി വായിക്കാം. ഭക്ഷ്യസുരക്ഷാ ബിൽ പാർലമെന്റ് അംഗീകരിച്ച് നിയമമാക്കിയ വർഷം ഏതാണ് എന്നുള്ളതാണ് 40ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ് ബി? 2013 ഭക്ഷ്യസുരക്ഷാ ബിൽ പാർലമെന്റ് അംഗീകരിച്ച് നിയമമാക്കിയ വർഷം ഏതാണ്? 2013. ഓർത്തു വെക്കുക. അടുത്ത 41ാമത്തെ അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ കണ്ടെത്തുക. ഏതൊക്കെയാണ് നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത്? അത് ഓസ്ട്രേലിയ, ബ്രസീൽ തന്നിട്ടുണ്ട്, ന്യൂസിലാൻഡ് തന്നിട്ടുണ്ട്, ഇസ്രായേൽ തന്നിട്ടുണ്ട് അല്ലെ. ഇതില് അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ കണ്ടെത്താനാണ് നമുക്ക് ചോദ്യം. ഓപ്ഷൻ സി ആണ് ആൻസർ. ഏതാണ്? 3ഉം 4ഉം 6ഉമാണ്. ഏതാണ് 3ഉം 4ഉം 6ഉം തന്നിരിക്കുന്നത്? അപ്പോൾ 5ഉം 6ഉം തന്നിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്ക, ബ്രിട്ടൻ. 3 ന്യൂസിലൻഡാണ്, 4 ഇസ്രായേലാണ്, 5 ദക്ഷിണാഫ്രിക്കയാണ്, 6 ബ്രിട്ടനാണ്. ഇത്രയും രാജ്യങ്ങൾക്കാണ് അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ. അടുത്തത് 42ാമത്തെ ക്വസ്റ്റ്യൻ. വിസ്തൃതവും പ്രാദേശിക വൈവിധ്യം നിറഞ്ഞതുമായ ഇന്ത്യയിൽ ഈ വൈവിധ്യത്തെ ഉൾക്കൊണ്ട് രാജ്യത്തെ ഒന്നിച്ചു നിർത്താൻ സഹായിക്കുന്ന ഭരണ സംവിധാനം ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഫെഡറൽ സംവിധാനമാണ്. അടുത്തത് 43ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന കോടതി ഏതാണ് എന്നുള്ളതാണ് 43ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മുൻസിഫ് കോടതിയാണ്. ഏതാണ്? മുൻസിഫ് കോടതിയാണ് അതിന്റെ ആൻസർ. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന കോടതി. അടുത്ത 44ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് 44ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നമുക്ക് പോകാം. ഇന്ത്യയുടെ നീതിന്യായ സംവിധാനത്തിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ നീതിന്യായ സംവിധാനത്തിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. നിയമസംരക്ഷണം ഉറപ്പാക്കുക. പിന്നെ അടുത്തത് ബി, കുറ്റവാളികളെ ശിക്ഷിക്കുക.
ഓപ്ഷൻ സി നിയമനിർമ്മാണം നടത്തുക. ഓപ്ഷൻ ഡി പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. ഇതിൽ നീതിന്യായ സംവിധാനത്തിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് കണ്ടെത്താനാണ് നമുക്ക് ചോദ്യം തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിന്റെ ആൻസർ സി ആണ് വരുന്നത്. സി പെടാത്തത് ഏതാണ്? നിയമനിർമ്മാണമാണ്. ഇന്ത്യയുടെ നീതിന്യായ സംവിധാനത്തിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏതാണ്? നിയമ നിർമ്മാണമാണ്. 44-ാമത്തെ സി ആണ്. അടുത്ത 45-ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായി മാറിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണിത്. സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായി മാറിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് എന്നുള്ളതാണ്. 45-ാമത്തെ ബി ആണ് ആൻസർ. 44 ഭേദഗതിയാണ്. ഏതാണ്? 44 ഭേദഗതിയാണ്. സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായി മാറിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44 ഭരണഘടനാ ഭേദഗതിയാണ്. അടുത്ത 46-ാമത്തെ വിദ്യാഭ്യാസാവകാശം മൗലികാവകാശമായി മാറിയ ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട വർഷം ഏതാണ്? ഇവിടെ വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസാവകാശം മൗലികാവകാശമായി മാറിയ ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട വർഷമാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഡി ആണ്. 46-ാമത്തെ ഡി ആണ് ആൻസർ. 2002 പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട വർഷം. വിദ്യാഭ്യാസാവകാശം മൗലികാവകാശമായിട്ട് മാറിയ ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ട വർഷം ഏതാണ്? ഓപ്ഷൻ ഡി 2002. അടുത്ത 47-ാമത്തെ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം അനുവദിക്കുക എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ ഭാഗം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ, സ്ത്രീയോ പുരുഷനോ എന്ന ഭേദമില്ലാതെ എല്ലാവർക്കും എന്താണ്? തുല്യ ജോലിക്ക് തുല്യ വേതനം അനുവദിക്കുക എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ് എന്നുള്ളതാണ് 47-ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് അത് ഉൾപ്പെടുന്നത്. ഏതിലാണ്? മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം അനുവദിക്കുക എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ ഭാഗമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. അടുത്തത് 48-ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാരാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായും പറയണം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാരെന്നുള്ള ഉറപ്പായും ചോദിക്കുന്ന ചോദ്യമാണ്. അത് നമുക്ക് നോക്കാം. ആൻസർ ഏതാണ്? ബി ആണ്. ജവഹർലാൽ നെഹ്റു ആണ്. നമുക്കറിയാം ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അടുത്തത് 49-ാമത്തെ ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഈ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങളത് തീർച്ചയായും ഈ വീഡിയോ ഫുള്ളായിരുന്ന് സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണണേ. അപ്പോൾ നമുക്കൊന്നും കൂടി വായിക്കാം ക്വസ്റ്റ്യൻ. ഏതാണ്? ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ളതാണ് 49-ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ആരായിരുന്നു? ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. ഡോക്ടർ BR അംബേദ്കർ ആണ്. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ഇതെല്ലാം. അടുത്തത് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന ഭരണ സമ്പ്രദായം ഏതാണ്? ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന ഭരണ സമ്പ്രദായം ഏതാണ് എന്നുള്ളതാണ് 50-ാമത്തെ ക്വസ്റ്റ്യൻ. 50-ാമത്തെ എ ആണ് ആൻസർ. പാർലമെന്ററി ഭരണ സമ്പ്രദായമാണ്. പാർലമെന്ററി ഭരണ സമ്പ്രദായമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന ഭരണ സമ്പ്രദായം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഇപ്പോഴെല്ലാം പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻസ് വായിക്കാം. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ഇമ്പോർട്ടന്റ് ആണ്. രാജ്യസഭയെ കുറിച്ചിട്ടും എല്ലാ കാര്യങ്ങളും രാജ്യസഭ, ലോക്സഭ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നത് രാജ്യസഭയിലാണ്. അടുത്തത് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്ന് രാജ്യസഭ അറിയപ്പെടുന്നു. രാജ്യസഭയിലേക്ക് 14 അംഗങ്ങളെയാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കാണാതെ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കാനാണ് നമുക്ക് 51-ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഏതാണ്? ഓപ്ഷൻ സി നോക്കൂ. 1, 2, 3 ആണ്. 1, 2, 3 എന്താണ്? ശരിയായവ തിരഞ്ഞെടുക്കാനാണ്. അപ്പൊ ശരിയായിട്ടുള്ള കാര്യമാണ് ഏതൊക്കെയാണ്? 1, 2 രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. 2 ഏതാണ്? ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നത് രാജ്യസഭയിലാണ്. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നത്. അതുപോലെ തന്നെ 1, 2, 3 സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്ന് രാജ്യസഭ അറിയപ്പെടുന്നു.
ഇത്രയും കാര്യങ്ങൾ ശരിയായ പ്രസ്താവനയാണ്. അടുത്തത് നമുക്ക് 52ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ചെയ്യാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊന്നും ചെയ്യാൻ മറക്കരുത്. നമുക്ക് 52ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിലെ പരമാവധി കാലാവധി എത്രയാണ്? പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിലെ പരമാവധി കാലാവധി എത്രയാണ് എന്നുള്ളതാണ് 52ാമത്തെ ഏതാണ് ആൻസർ? സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ് സി? 6 മാസമാണ്. ഏതാണ്? 6 മാസമാണ്. പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിലെ പരമാവധി കാലാവധിയാണ് 6 മാസം. അടുത്ത 53ാമത്തെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 53ാമത്തെ ഓപ്ഷൻ എ ആണ്, രാഷ്ട്രപതിയാണ്. ആരാണ്? രാഷ്ട്രപതിയാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? 53 എ, രാഷ്ട്രപതിയാണ്. അടുത്തത് 54ാമത്തെ ക്വസ്റ്റ്യൻ, സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് 54ാമത്തെ എ ആണ് ആൻസർ. ലോക്സഭ സ്പീക്കറാണ്. ആരാണ്? ലോക്സഭ സ്പീക്കറാണ്. സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ലോക്സഭ സ്പീക്കറാണ്. അടുത്ത 55ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ആദ്യത്തേത് ധനബിൽ രാജ്യസഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. ധനബിൽ എവിടെയാണ്? രാജ്യസഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നതാണ് ആദ്യത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ വായിക്കാൻ നമുക്ക് ലോക്സഭയും രാജ്യസഭയും മാത്രം ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ പാർലമെന്റ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ വായിക്കാം, ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ്. ഇത്രയും ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നുണ്ട്. ഇതിൽ ശരിയായ പ്രസ്താവന നമുക്ക് തിരഞ്ഞെടുക്കാനാണ് 55ാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, 3 മാത്രമാണ് ശരി. ഏതാണ്? 3 മാത്രമാണ് ശരിയായ പ്രസ്താവന. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ഏതാണ്? ലോക്സഭയാണ്. അടുത്തത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ഇല്ലാത്ത സംസ്ഥാനം അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ഇല്ലാത്ത സംസ്ഥാനം ഏതൊക്കെയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1 ബീഹാർ തന്നിട്ടുണ്ട്, 2 മധ്യപ്രദേശ്, 3 കർണാടക, 4 രാജസ്ഥാൻ, 5 ആന്ധ്രാപ്രദേശ്. ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ഇല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് നമുക്ക് 56ാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഏതാണ്? 2ഉം 4ഉമാണ്. ഏതാണ്? 2ഉം 4ഉമാണ്. 2ഉം 4ഉം ഏതാണെന്ന് നമുക്ക് നോക്കാം. മധ്യപ്രദേശ് 1, പിന്നെ 4ാമത്തെയാണ് ആന്ധ്രാപ്രദേശ്. MP-യും അതുപോലെ AP-യും. MP, AP ആണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ഇല്ലാത്ത സംസ്ഥാനമായിട്ട് ഉള്ള സംസ്ഥാനങ്ങൾ. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ഇല്ലാത്ത സംസ്ഥാനമാണ് MP, AP. ഇങ്ങനെ അർത്ഥം വയ്ക്കുക, MP, AP ആണ്. അടുത്തത് 57ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇതും നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട നമുക്ക് കുറെ കാര്യങ്ങൾ അത് പഠിക്കാം. രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് നമുക്ക് ഓപ്ഷൻസ് വായിക്കാം അല്ലെ. രാഷ്ട്രപതി ആകണമെങ്കിൽ 35 വയസ്സ് പൂർത്തിയായിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ, രാജ്യസഭാംഗമാകുന്നതിന് വേണ്ട എല്ലാ യോഗ്യതയും രാഷ്ട്രപതിയാകുന്ന ആൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ, രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രം ചേരുന്നതാണ്. ഈ 3 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 1 35 വയസ്സ് പൂർത്തിയായിരിക്കണം, പിന്നെ രാജ്യസഭാംഗമാകുന്നതിന് വേണ്ട എല്ലാ യോഗ്യതയും രാഷ്ട്രപതിയാകുന്ന ആൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ്. അടുത്തത് മൂന്നാമത്തെ ഓപ്ഷൻ, രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രം ചേർന്നാണ് എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് എന്താ ക്വസ്റ്റ്യൻ? രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ്. 57ാമത്തെ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1 മാത്രം. ഏതാണ്? 1 മാത്രം. ബി ഞാൻ റൗണ്ട് ചെയ്യാൻ പോവാണ്. 1 മാത്രം. ഏതാണ് 1 മാത്രം? രാഷ്ട്രപതി ആകണമെങ്കിൽ എത്ര വയസ്സ് പൂർത്തീകരിക്കണം? 35 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 57ാമത്തെ ഏതാണ്? ബി ആണ് ആൻസർ. അടുത്തത് 58ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് എന്നുള്ളതാണ്. എ ആണ്. ഓപ്ഷൻ എ ആണ്. ഡോക്ടർ എസ് ആരാണ്? രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. എല്ലാം ഇതിൽ നോക്കുമ്പോൾ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ വീഡിയോ ഫുള്ളായിരുന്നു നിങ്ങൾ കണ്ടു പഠിച്ചോളൂ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ഉപകാരമാകുന്ന ഒരു വീഡിയോയിൽ മാറട്ടെ ഇത്. 59ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അതിൽ കൂടുതലും പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ റാങ്ക് ഫയലിൽ നിന്നും തെരഞ്ഞെടുത്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള SCRT NCRT എക്സ്ട്രാക്ട് ആണ്. അപ്പൊ വിട്ടുകളയാതെ നോക്കുക. നമുക്ക് ഈ പ്രസ്താവന ഏതൊക്കെയെന്ന് വായിക്കാം അല്ലെ. ഓപ്ഷൻസ് ആദ്യം വായിക്കാം. ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ മുന്നണിയുടെയോ നേതാവിനായിരിക്കും പ്രധാനമന്ത്രിയായി നിയമിക്കുക. അടുത്തത്, സംസ്ഥാനതല കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ സംസ്ഥാന മുഖ്യമന്ത്രിയാണ്.
രാഷ്ട്രപതിയാണ് സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് 59ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. 1 3 ഓപ്ഷൻ എ 1 3 1 3 എന്താണ്? ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ മുന്നണിയുടെയോ നേതാവിനെയായിരിക്കും പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുക. 1 3 ഏതാണ്? രാഷ്ട്രപതിയാണ് സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത്. അടുത്ത 60ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഗവൺമെന്റിന് എത്ര ഘടകങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് 60ാമത്തെ ക്വസ്റ്റ്യൻ. എ ആണ് ആൻസർ. 3. എത്ര ഘടകങ്ങളാണ്? 3 ഘടകങ്ങളാണ് ഉള്ളത്. അടുത്ത 61ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ജനങ്ങളുടെ കോടതി എന്ന് അർത്ഥം വരുന്നത്? ഏതാണ്? ഓപ്ഷൻ എ ആണ് ലോക് അദാലത്ത്. ഏതാണ്? ജനങ്ങളുടെ കോടതി ഏതാണ്? ലോക് അദാലത്ത്. അടുത്തത് 62ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ തന്നിരിക്കുന്നവയിൽ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾക്കൊള്ളുന്നവരെ തിരഞ്ഞെടുക്കാനാണ് 62ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 1 2 3 ഏതാണ്? 1 2 3 താഴെ തന്നിരിക്കുന്നവയിൽ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾക്കൊള്ളുന്നവരെ തിരഞ്ഞെടുക്കാനാണ്. കാര്യനിർവഹണ വിഭാഗത്തിൽ ആയിരിക്കണം? 1 രാഷ്ട്രപതി, 2 ഉപരാഷ്ട്രപതി, 3 പ്രധാനമന്ത്രി. അപ്പൊ ഇതിന് ആരും ഒഴിവാക്കിന്റെ ഗവർണർ അല്ല, അത് ഈ 3 കൂടി ചേർന്നതാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾക്കൊള്ളുന്നത്. അടുത്തത് 63ാമത്തെ ജനപ്രതിനിധി സഭയുടെ കാലാവധി എത്ര വർഷമാണ് എന്നുള്ളതാണ് 63ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. 5 വർഷമാണ്. ഓപ്ഷൻ എ എത്രയാണ്? 5 വർഷമാണ്. ജനപ്രതിനിധി സഭയുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ്. അടുത്തത് 64ാമത്തെ താഴെ തന്നിരിക്കുന്നവരിൽ നിന്ന് ശരിയായ പ്രസ്താവന. ഇതും പ്രസ്താവന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. രാഷ്ട്രപതി പാർലമെന്റിലെ ഒരു അംഗമാണ്. രാജ്യസഭ ഉപരിസഭ എന്നാണ് അറിയപ്പെടുന്നത്. നിയമനിർമ്മാണത്തിന് പാർലമെന്റിന്റെ 2 സഭകളുടെയും അംഗീകാരം ആവശ്യമാണ് എന്നുള്ളതാണ് 64ാമത്തെ ക്വസ്റ്റ്യൻ. ഏതാണ്? ബി ആണ് ആൻസർ വരുന്നത്. ഏതൊക്കെ? 2 3 ഇതിലെ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? 2 3 നമുക്ക് നോക്കാം. രാജ്യസഭ ഉപരിസഭ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ 3ാമത്തെ നിയമനിർമ്മാണത്തിന് പാർലമെന്റിന്റെ 2 സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അത് മാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക. താങ്ക്